Hi students, welcome back to Insight Educa. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 19ലെ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. Check whether each of the sequence given below is an arithmetic sequence. Give reasons for the arithmetic sequence. Write the common difference also. താഴെ തന്നിരിക്കുന്നവയെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എഴുതണം. ഫസ്റ്റ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെക്കൻഡ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, അടുത്ത സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് അസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്, അടുത്ത സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, അടുത്ത സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എങ്ങനെ വരുന്നത്? 1 3 5 7 9 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്. അതായത് കോമൺ ഡിഫറൻസ് നോക്കാം. 3 - 1 2, 5 - 3 2, 7 - 5 2. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 2 കിട്ടും. അടുത്ത സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് എങ്ങനെ വരും? 2 4 6 8 10 ഇങ്ങനെ പോകും. ഇതെന്ന് പറയുന്നത് എന്താണ്? രണ്ട് വീതം കൂടി വരുന്ന ഒരു സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് രണ്ട് വീതം കൂടി വരും. അപ്പോൾ ഇതും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് അസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ പകുതിയുള്ള സീക്വൻസ്. ഓഡ് നമ്പേഴ്സിന്റെ പകുതിയാകുമ്പോൾ ആദ്യത്തെ എന്ത് വരും? 1/2, അടുത്ത 1/2, 3/2, 5/2, 7/2 ഇങ്ങനെ പോകും. ഇവിടുത്തെ ഇതെന്താണ്? ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ത് വരും? 3 - 1 2, 2/2 1. ഇവിടുത്തെ 5 - 3 2, 2/2 1. കോമൺ ഡിഫറൻസ് 1 ആയിട്ട് വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അടുത്ത എന്ത്? സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, 2ന്റെ പവേഴ്സ്. അടുത്ത ആദ്യത്തെ എന്ത് വരും? 2 - 0, 2 - 1, 2 - 2 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അതായത് 2 - 0 എന്ന് വെച്ചാൽ എത്രയാണ്? 1, 2 - 1 2, 2 - 2 4 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അതായത് 1 + 1 2, 2 + 2 ആണ് 4. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ നമുക്ക് സെയിം ആയിട്ടല്ല കിട്ടുന്നത്. അതുകൊണ്ട് ഇതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസ്. നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ വരുന്നത്? 1 2 3 4 എക്സെട്ര. അതിന്റെ റെസിപ്രോക്കൽസ് എന്ന് പറയുമ്പോൾ 1/1 1, അടുത്ത 1/2, അടുത്ത 1/3, 1/4 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം അല്ല. നോക്കാം നമുക്ക്. 1/2 - 1, അപ്പം 1 - 2/2. ഇത് -1/2 എന്ന് വരും ആദ്യത്തെ ഡിഫറൻസ്. അടുത്ത 1/3 - 1/2. അടുത്ത ആ ഡിഫറൻസ് എന്ത് കിട്ടും? 2 - 3/6. ഇതെന്ന് പറയുന്നത് -1/6. കോമൺ ഡിഫറൻസ് സെയിം അല്ല. ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് നോട്ട് AP. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് AP ആയിട്ടുള്ളത്? ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തത് AP ആണ്. 4ഉം 5ഉം അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Look at these pictures. The pattern is continued. Do the numbers of colored squares form an arithmetic sequence. ഇപ്പോൾ നമുക്ക് 3 സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പോർഷൻസ് കളർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കളർ ചെയ്ത സ്ക്വയേഴ്സ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, എത്ര പോർഷൻസ് കളർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. എത്ര? 1 2 3 4 5 6 7 8. അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12. അടുത്ത 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോന്ന്. 12 - 8 എത്രയാണ്? 4. 16 - 12 = 4. ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ AP, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. See the picture below. How many small squares are there in each rectangle? How many large squares? How many squares in all? Continuing this pattern is each such sequence of numbers an arithmetic sequence. ഇപ്പോൾ എന്തോ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് കുറച്ച് റെക്ടാങ്കിൾസ് തന്നിട്ടുണ്ട്. ആദ്യത്തേൽ how many small squares are there in each rectangle. ഓരോ റെക്ടാങ്കിളിലും എത്ര സ്മാൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ എത്ര എണ്ണം ഉണ്ട്? 1 2. അടുത്തയോ 1 2 3 4. അടുത്തയോ 1 2 3 4 5 6. അടുത്തയോ 1 2 3 4 5 6 7 8 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഹൗ മെനി സ്മാൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ഓരോന്നിൽ എത്ര കിട്ടും? ആദ്യത്തേൽ 2, അടുത്തതിൽ 4, അടുത്തതിൽ 6, അടുത്തതിൽ 8 ഇങ്ങനെ പോകും. ഇനി ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്.
ഓരോന്നിലും എത്ര ലാർജ് സ്ക്വയർസ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേതിൽ എന്തുവാ, വലിയ സ്ക്വയർ ഒന്നും തന്നെ ഇല്ല, അപ്പൊ എത്രയാ 0. അടുത്തതിലോ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട് 1. അടുത്തതിലോ ഈ ഒരു സ്ക്വയറും ഉണ്ട് ഈ ഒരു സ്ക്വയറും ഉണ്ട്, അപ്പം 2. അടുത്തതിലോ ഇതൊരെണ്ണം ഉണ്ട് ഇതൊരെണ്ണം ഉണ്ട് ഇതൊരെണ്ണം ഉണ്ട്, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പൊ ആ സീക്വൻസ് എങ്ങനെ പോകും, 0 1 2 3 എക്സെട്ര. ഇത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ആർ, മൊത്തത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാകും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്ക്വയേഴ്സ് എങ്ങനെ കിട്ടി, 2 4 6 8 എക്സെട്ര. അടുത്തത് 0 1 2 3 എക്സെട്ര എന്ന് കിട്ടും. അപ്പൊ അടുത്ത ടോട്ടൽ സ്ക്വയർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 2 + 0 2, 4 + 1 5, 6 + 2 8, 8 + 3 11 എക്സെട്ര. ഇനി ഓരോന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണോന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേൽ എന്താണ് 2 4 6 8 2 വീതം കൂടി വരുന്നൊരു സീക്വൻസ് ആണ്. അടുത്ത 0 1 2 3 എക്സെട്ര 1 വീതം കൂടി വരുന്ന ഒരു സീക്വൻസ്. അടുത്ത 2 5 8 11 എക്സെട്ര 3 വീതം കൂടി വരുന്ന ഒരു സീക്വൻസ് ആണ്. ഇത് മൂന്നും എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത ഫോർത്ത് പ്രോബ്ലത്തിലേക്ക് പോവാം. In the staircase shown here, the height of the first step is 10 cm. The height of each step after it is 17.5 cm. How high from the ground would be someone climbing up each step? After each step, write these numbers as a sequence. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അതിന്റെ ബേസിലെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ ഉള്ള ഹൈറ്റുകൾ 17.5 സെന്റിമീറ്റർ കൂടി കൂടി പോവാണ്. അതിനെ നമ്മൾ ഒരു സീക്വൻസ് രൂപത്തിൽ എഴുതണം. അപ്പൊ ആദ്യത്തെ എത്രയാണ്, 10 ആണ്. അടുത്ത 10 + 17.5. ആദ്യത്തെ ആ സീക്വൻസിന്റെ ആദ്യത്തെ ടൈം എന്താ വരും, 10. അടുത്ത 10 + 17.5 27.5. അടുത്ത 27.5 + 17.5 45. അടുത്ത 45 + വീണ്ടും 17.5 62.5. അപ്പൊ ആ സീക്വൻസ് എങ്ങനെ വരും, 10 27.5 45 62.5 എക്സെട്ര. അഞ്ചാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. In this picture, the perpendicular to the bottom line are equally spaced. Prove that continuing like this, the length of perpendicular form an arithmetic sequence. ഇത് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമുക്ക് കുറെ പെർപെൻഡിക്കുലർ ലൈൻസ് തന്നിട്ടുണ്ട്, അവയെല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഓരോ പേര് കൊടുക്കാം. ഓരോ ട്രയാങ്കിൾസിന് O A B C D E F G H I J, ഈ ചെറിയ ആ ജോയിന്റിന് P Q R S എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിന് രണ്ട് ട്രയാങ്കിൾസ് എടുക്കണം. ഏതൊക്കെയാണ്, OAB യും OCD യും. ഇത് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഒരു കോമൺ ആംഗിളും ഉണ്ട്, കോമൺ സൈഡും ഉണ്ട്. അപ്പൊ നോക്കിക്കോ, ഇൻ ദിസ് പിക്ചർ OAB ആൻഡ് OCD ആർ സിമിലർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. That is, one side and the included angles of a triangle is equal to the one side and the included angles of another triangle. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണ്, അതായത് സദൃശ ത്രികോണങ്ങളാണ്. സദൃശ ത്രികോണങ്ങളുടെ എന്തുവാണ്, സൈഡ്സും എന്താണ്, പ്രൊപ്പോർഷണൽ ആയിരിക്കും. OA/OC എന്ന് പറയുന്നത് x/2x, അതായത് ഈ ലെങ്തിന്റെ ഇരട്ടി ആയിരിക്കും ഈ OC-യിലേക്കുള്ള ലെങ്ത് x/2x, which is equal to AB/CD. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, CD എന്ന് പറയുന്നത് 2 × AB എന്ന് കിട്ടും. അതുപോലെ നമുക്ക് EF, ഇതേ റേഷ്യോയിൽ EF എടുക്കുവാണെങ്കിൽ എന്തോ കിട്ടും, EF is equal to 3AB എന്ന് കിട്ടും. അതായത് സീക്വൻസ് ഓഫ് ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർസ് എങ്ങനെ കിട്ടും, ആദ്യത്തെ AB, അടുത്ത എന്തോ 2AB, അടുത്ത 3AB 4AB 5AB ഇങ്ങനെ പോകും. അപ്പൊ ഈ ലെങ്തുകൾ എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2AB-യിൽ നിന്ന് AB - AM AB, 3AB-യിൽ നിന്ന് 2AB - AM AB. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് AB. AB is the common difference. So perpendicular length are in arithmetic sequence. ഈ സെക്ഷനിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. The algebraic expression of the sequence is xn is equal to n³ - 6n² + 13n - 7. Is it an arithmetic sequence? ഒരു algebraic expression തന്നിട്ടുണ്ട്. ഇത് ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ xn is equal to എന്താണ്, n³ - 6n² + 13n - 7 ആണ്. അപ്പൊ ആദ്യത്തെ ടൈം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, n-ന് 1 കൊടുക്കണം. So n is equal to 1 ആകുമ്പോൾ x1 is equal to 1³ - 6 × 1² + 13 × 1 - 7 is equal to എന്താ കിട്ടും, 1 എന്ന് കിട്ടും. അടുത്ത n is equal to 2 കൊടുക്കുമ്പോഴോ 2³ - 6 × 2² + 13 × 2 - 7 3 എന്ന് കിട്ടും. അടുത്ത n equal to 3 കൊടുക്കുമ്പോൾ x³ is equal to 3³ - 6 × 3² + 13 × 3 - 7 is equal to 5 എന്ന് കിട്ടും.
n is equal to 4, x4 is equal to 4 cube minus 6 into 4 square plus 13 into 4 minus 7 which is equal to 13. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേം കണ്ടുപിടിച്ചപ്പോൾ എന്താ കിട്ടി? എ പി എന്ന് കിട്ടി. അപ്പോൾ ഒരു ടേം കൂടെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്ന് ഒരു സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഒരു ഫോർ ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ 3 ടേംസ് നോക്കിയാൽ എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കിട്ടും. പക്ഷെ ഫോർത്ത് ടൈം വരുമ്പോൾ എന്താണ് കിട്ടുന്നത്? 13 ആണ് കിട്ടുന്നത്. അതായത് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് എന്താ പറയാൻ പറ്റത്തില്ല, ഇത് ഒരു എ പി അല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കോമൺ ഡിഫറൻസ്. ഈ സെക്ഷനിലെ എല്ലാ പ്രോബ്ലം തീർന്നിരിക്കുകയാണ്. അടുത്ത സെക്ഷൻ പൊസിഷൻ ആൻഡ് ടൈം ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.